ഗൈസ്, പേരാമ്പ്രയിലുണ്ടായ ഒരു സംഭവം. ഭാര്യയും ഭർത്താവും കാറിൽ സഞ്ചരിക്കവേ തീപിടുത്തമുണ്ടാവുന്നു. ഭാര്യ തൽക്ഷണം മരിക്കുന്നു. പൊള്ളലേറ്റ ഭർത്താവ് ഈ അടുത്ത് മരിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി കാര്യങ്ങളാണ് പ്രചരിക്കുന്നത്. ചിലർ ഭാര്യയെ കുറ്റം പറയുന്നു, ചിലർ ഭർത്താവിനെ കുറ്റം പറയുന്നു. ഈ അടുത്ത് ഭർത്താവ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ കുറ്റം പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ പോസ്റ്റ് ഇടുന്നതായിട്ട് കണ്ടു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി ഭാര്യയാണ് ഇത് ചെയ്തതെങ്കിലും ഭർത്താവാണെങ്കിലും ഇവരുടെ ജീവിതം അസ്വാരസ്യങ്ങളാൽ നിറഞ്ഞതായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സമാന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഏതൊരു ബന്ധത്തിലായാലും വിള്ളൽ വീണ് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പരിഹരിക്കാനാവാത്ത വിധം അകന്നു കഴിഞ്ഞാൽ, മനുഷ്യബന്ധങ്ങൾ അകന്നു കഴിഞ്ഞാൽ വേർപിരിയുകയാണ് ഏറ്റവും നല്ലത്. എന്തിനാണ് അസ്വസ്ഥതകൾ പേറി മറ്റൊരാളെ ചുമക്കേണ്ട കാര്യം? കേരളത്തിലാണ് ഇതേറ്റവും കൂടുതൽ കണ്ടുവരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന ആളുകൾ, മാനസിക ബന്ധമില്ലാതെ താമസിക്കുന്ന ആളുകൾ, എല്ലാം സഹിച്ചും പുറത്തും കഴിയുന്ന ആളുകൾ. എന്താണ് ഇതിൻ്റെ ആവശ്യം? ഒരാവശ്യവുമില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ പാട്ടിന് പോകാൻ കഴിയണം, സ്വാതന്ത്ര്യം വേണം. പരസ്പരം കൊല്ലുന്നതിന് പകരം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. പ്രത്യേകിച്ച് ഇത് ഇവരെ രണ്ടുപേരെയും മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇവരുടെ കുടുംബങ്ങൾ, ഇവരുടെ അടുത്ത ആളുകൾ, സുഹൃത്തുക്കൾ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമാനമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ രണ്ട് വഴിക്കായി നീങ്ങുന്നതായിരിക്കും ഉചിതം. ആത്മഹത്യകളേക്കാൾ, കൊലപാതകങ്ങളേക്കാൾ, രണ്ട് കുടുംബങ്ങളെ കണ്ണീരിൽ ആഴ്ത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ബന്ധങ്ങൾ വേർപിരിയുന്നതാണ്. അപ്പോൾ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, സമാനമായ സാഹചര്യങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മരിച്ചവരുടെ കാര്യം നമുക്ക് വിട്ടുകളയാം, അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് നമുക്ക് വിട്ടുകളയാം. പക്ഷേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതാണ്. ഇത്രയും നേറിപ്പുകയുന്ന പ്രശ്നങ്ങളുമായിട്ടാണ് ഇവർ ഒരു കാറിൽ സഞ്ചരിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒടുക്കം ഇങ്ങനെ ആയിത്തീരുന്നു. വളരെ ദുഃഖകരമാണ്. അപ്പോൾ മറ്റൊരാൾക്ക്, ഇനി സമൂഹത്തിൽ മറ്റാർക്കും ഇങ്ങനെ വരാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അകലുന്ന മനസ്സുകൾ ഒരിക്കലും അടുക്കാനാവാത്ത വിധം അകന്നുപോയ മനസ്സുകൾ കൂട്ടിയോജിപ്പിക്കാൻ കഴിയില്ലെങ്കിൽ വേർപിരിയുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ ഗൈസ്, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആത്മഹത്യയുടെ വഴി, കൊലപാതകത്തിൻ്റെ വഴി ആരും തിരഞ്ഞെടുക്കരുത്. മാതാപിതാക്കളെയും കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും കണ്ണീരിലാഴ്ത്തി ആരും ക്രൂരകൃത്യങ്ങളിലേക്ക് നീങ്ങരുത് എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.